നമുക്ക് ഒരുമിച്ച് ചേർന്ന് എല്ലാവരും വെളിപ്പാട് പുസ്തകം എടുത്തേ. ഞാൻ ഉൾപ്പെടെ എല്ലാവരോടും ചേർന്ന് എല്ലാവരും വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം എടുത്തേ. 7 മുതൽ ഉള്ള വാക്യമാണ് നമുക്കൊരു തീമായിട്ട് ദൈവം നൽകിയത്. നിങ്ങൾ വാക്യങ്ങൾ കൂടെ കൂടെ നോക്കുന്നതും കാണുന്നതും വളരെ അനുഗ്രഹമായി തീരും. സ്തോത്രം. ഇതാ ഞാൻ നിന്റെ മുമ്പിൽ വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂവെങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല. എത്ര ഈ പ്രൊഫറ്റിക് വേർഡുകൾ വിശ്വസിക്കുന്നു? ഒരു വർഷം മൊത്തം പിടിച്ചു നിൽക്കാനുള്ള ഒരു ദൈവിക ഇടപെടലാണ് ഒരു വചനമെന്ന് പറയുന്നത്. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും ഈ വചനം ഉരുവിടാം. ഈ വചനം നിങ്ങളുടെ ലോകത്തോട്, നിങ്ങളുടെ സ്ഥിതിയോട്, നിങ്ങളുടെ സാഹചര്യങ്ങളോട്, നിങ്ങളുടെ അവസ്ഥകളോട് ഈ വചനം സംസാരിക്കാം. ഓരോ വചനം പറയുന്നതിന് വചനത്തിന് വിടുതലുണ്ട്. എത്ര പേർക്ക് ഉറപ്പുണ്ട് വചനത്തിന് വിടുതലുണ്ടെന്ന്? അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, എൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന വചനം അതിൻ്റെ പ്രവൃത്തി ചെയ്യാതെ മടങ്ങി വരികയില്ല. സ്തോത്രം. വചനത്തിനൊരു പ്രവൃത്തിയുണ്ട്, വചനത്തിനൊരു ശക്തിയുണ്ട്. വചനം ജീവനാണ്, വചനം ജയമാണ്, വചനത്തിൽ ഒരു അത്ഭുതമുണ്ട്. സ്തോത്രം. നിങ്ങളത് സ്തോത്രം ആവർത്തിച്ച് ഏറ്റെടുക്കുന്ന ഒരു പഴയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മോശയ്ക്ക് ദൈവം കൊടുത്ത കൽപ്പനകളിൽ സ്തോത്രം, എൻ്റെ വചനം നിന്റെ മേലും നിന്റെ തലമുറയുടെ മേലും അത് മാറിപ്പോകരുത്. ആ വചനം പറഞ്ഞുകൊണ്ടിരിക്കുവാൻ, വചനം സംസാരിക്കുന്നതാണ് നിങ്ങളുടെ ജീവൻ, അതാണ് നിങ്ങളുടെ ജീവിതം. ഈ വചനം എത്രമാത്രം നിങ്ങൾക്ക് ഉച്ചത്തിൽ പറയാൻ കഴിയുമോ അത്രമാത്രം അത്ഭുതമായ മഹത്വത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയാണ്. നിങ്ങൾ വചനം പറയാതെ നിങ്ങളുടെ സാഹചര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നേ, നിങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ കുറ്റങ്ങൾ, കുറവുകൾ, പരാജയങ്ങൾ, നെഗറ്റീവിസം, നിങ്ങളുടെ താഴ്ചകൾ, നിങ്ങളുടെ വീഴ്ചകൾ, നിങ്ങൾക്കുള്ള തോൽവികളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നേ, നിങ്ങൾ ഒരിക്കലും നിങ്ങൾ എഴുന്നേൽക്കത്തില്ല കേട്ടോ. നിങ്ങൾ എഴുന്നേൽക്കത്തില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് സ്തോത്രം, മലയാളത്തിൽ ആരോ പറഞ്ഞിട്ടുണ്ട്, എഴുന്നേറ്റുണ്ടാവത്തില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, കണ്ടത് പറയരുത്, കേട്ടത് പറയരുത്, വേണ്ടിയത് പറയണം. ഒന്ന് പറഞ്ഞ്, കണ്ടത് പറയരുത്, എന്ത് പറയരുത്? കണ്ടത് പറയരുത്. പിന്നെ എന്ത് പറയണം? വേണ്ടിയത് പറയണം. എന്ന് പറഞ്ഞ്, കണ്ടത് പറയരുത്, കേട്ടത് പറയരുത്, വേണ്ടിയത് പറയണം. ആരും പറഞ്ഞില്ല വേണ്ടിയത്. ഞാൻ വേണ്ടിയത് പറയും. ഞാൻ എൻ്റെ രോഗസൗഖ്യത്തെക്കുറിച്ച് പറയും, ഞാൻ എൻ്റെ രോഗശാന്തിയെക്കുറിച്ച് പറയും, ഞാൻ എൻ്റെ വിടുതലുകളെക്കുറിച്ച് പറയും, ഞാൻ എൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് പറയും, ഞാൻ എൻ്റെ ജയത്തെക്കുറിച്ച് പറയും, ഞാൻ എൻ്റെ നന്മയെക്കുറിച്ച് പറയും, ഞാൻ എൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് പറയും, ഞാൻ എൻ്റെ ഭാവിയെക്കുറിച്ച് പറയും, ഞാൻ പ്രതീക്ഷയെക്കുറിച്ച് പറയും, ഞാൻ പ്രത്യാശയെക്കുറിച്ച് പറയും. ഒരുപക്ഷെ നിങ്ങൾ കണ്ടതും കേട്ടതൊക്കെ ആയിരിക്കും ശരി കേട്ടോ. ഈ ഇടുക്കങ്ങളും ഞെരുക്കങ്ങളും വെല്ലുവിളികളും, ഈ വിശാലത ഇല്ലാത്തതും വർധനവും ഇല്ലാത്തതും പുരോഗതി ഇല്ലാത്തതും താഴ്ചകളും കടഭാരങ്ങളും ഞെരുക്കങ്ങളും കടത്തിൻ്റെ നോട്ടീസുകളും ബാങ്കിൻ്റെ ജപ്തിയുടെ പേപ്പറും കണ്ടത് ഇതൊക്കെ ആയിരിക്കാം. സ്തോത്രം. പക്ഷേ ഇതിനപ്പുറത്ത് സ്തോത്രം, ദൈവം നൽകുന്ന ഒരു പ്രോമിസ്, ഞാൻ നിനക്ക് വേണ്ടി വലുതും വിശാലമേറിയ വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതിന് ആർക്കും അടയ്ക്കുവാൻ കഴിയത്തില്ല. ഞാനത് വിശ്വസിക്കുകയാണ്. സ്തോത്രം. ഞാനൊരു വാതിൽ, ഞാൻ തുറന്ന വാതിലല്ല, ദൈവം തുറക്കുന്ന അത്ഭുതങ്ങളുടെ വാതിൽ. സ്തോത്ര. ദൈവം തുറക്കുന്ന വിടുതൽ കണ്ട വാതിൽ, ദൈവം തുറക്കുന്ന ജയത്തിന്റെ വാതിൽ, ദൈവം തുറക്കുന്ന മഹത്വത്തിന്റെ വാതിൽ. സ്തോത്ര. ആമേൻ. ഇനി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്ന കർത്താവ് ഓപ്പൺ ഡോർ. ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്തോട്ടെ. ഓപ്പൺ ഡോർ. ഒരു വാതിലല്ല. സ്തോത്രം. നാം ഡിസംബർ 31 രാത്രി കേട്ടു എഫത എന്ന വാക്കിനർത്ഥം സ്തോത്ര, വാതിലുകൾ തുറന്നു വരട്ടെ. സ്തോത്രം. എനിക്കറിയാം പലരുടെയും ജീവിതത്തിൽ മുമ്പിൽ ഒരു വാതിലല്ല തുറക്കേണ്ടത്. സ്തോത്ര. ഒരു വഴിയല്ല തുറക്കേണ്ടത്, ഒരു മേഖലയല്ല തുറന്നു വരേണ്ടത്, ഒരു മേഖലയിലല്ല സ്തോത്രം വിടുതൽ ആവശ്യമായിരിക്കുന്നത്. നിങ്ങൾക്ക് വിടുതൽ ആവശ്യമായിരിക്കുന്നത് പല മേഖലയിൽ. അതൊരു പക്ഷേ ശാരീരികമാകാം, മാനസികമാകാം, ഭൗതികമാകാം, സാമ്പത്തികമാകാം, ആത്മീകമാകാം. സ്തോത്രം. തലമുറയുടെ ഭാവിയാകാം, എന്തുമാകട്ടെ. സ്തോത്ര. പക്ഷെ ഞാനൊരു കാര്യം പറയാം, എഫത എന്ന് തുറക്കുവാൻ കൽപ്പിച്ച കർത്താവ് ഇന്ന് സ്തോത്ര നിങ്ങളെ നോക്കി അവൻ കൽപ്പിക്കുന്നു, ഗർഭപാത്രങ്ങൾ തുറന്നു വരട്ടെ, നന്മയുടെ വഴികൾ തുറന്നു വരട്ടെ, അടഞ്ഞ വാതിലുകൾ തുറന്നു വരട്ടെ, ഭൗതിക സമൃദ്ധി തുറന്നു വരട്ടെ, ആകാശത്തിന്റെ കിളിവാതിൽ തുറന്നു വരട്ടെ. ഞാൻ വിശ്വാസത്തിൽ ആമേൻ പറയും. ദൈവത്തിന് വചനം പറയുന്നു, നിങ്ങളുടെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും ഊവെന്നത്രേ. അത് ഒരിക്കലും ഊവെന്നും മറ്റൊരു സന്ദർഭത്തിൽ ഇല്ല എന്നുമല്ല. സ്തോത്ര. നിങ്ങളുടെ വാഗ്ദത്തങ്ങൾ മേൽ സ്തോത്ര. ദൈവത്തിന് വചനം പറയുന്നു, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ, അവൻ അത് നിവർത്തിക്കുക, അവൻ അത് നിവർത്തിക്കുക. എത്ര പറയാൻ കഴിയും? സ്തോത്ര. എൻ്റെ ജീവിതത്തിൽ വാഗ്ദത്തം ചെയ്ത കർത്താവ് നിവർത്തിക്കാൻ കൂടി ശക്തനാണ്. എബ്രായലേഖനം 12:1 പറയുന്നു, വിശ്വാസത്തിന് നായകന് പൂർത്തി വരുത്തുന്ന. ചേർന്ന് പറഞ്ഞാട്ടെ, പൂർത്തി വരുത്തുന്ന. താങ്ക് യു. പൂർത്തി വരുത്തുന്ന. സ്തോത്രം. പൂർത്തി വരുത്തുന്ന. പെർഫെക്ഷൻ എന്ന് പറയുന്നത് ഒരു ഓൺഗോയിങ് പ്രോസസ്സാണ്.
അത് ചെയ്യുന്നത് മനുഷ്യനല്ല, അത് ചെയ്യുന്നത് സഭയല്ല, അത് ചെയ്യുന്നത് ഡിവൈൻ എന്ന് പറഞ്ഞൊരു സംഘടനയല്ല, അത് ചെയ്യുന്നത് നിങ്ങളുടെ വലം കൈക്ക് പിടിച്ചിരിക്കുന്ന സർവശക്തനായ കർത്താവാണ്. സ്തോത്ര. അവൻ ആദ്യനും അന്ത്യനുമാണ്, അവൻ അൽഫയും ഒമേഗയുമാണ്. സ്തോത്ര. അവൻ ആരംഭവും അവസാനമാണ്. അവൻ അടച്ചാൽ ആരും തുറക്കത്തില്ല, അവൻ തുറന്നാൽ ആർക്കും അടയ്ക്കുവാൻ കഴിയത്തില്ല. ഞാൻ പറയാറുണ്ട്, ആര് കുത്തിയാലും അരി വെളുത്താൽ മതി. സ്തോത്രം. ആര് പ്രസംഗിച്ചെന്ന് പറഞ്ഞാലും ഈ തിരുവചനമാണ് പ്രസംഗിക്കുന്നത്. സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്നിടത്ത് അത്ഭുതങ്ങൾ സംഭവിക്കുക. സ്തോത്ര. അടയാളങ്ങൾ സംഭവിക്കുക. ഇന്ന് പാർക്കൽ ഞാൻ ചില ദൈവിക രോഗശാന്തിയിൽ ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് ചില കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും. സ്തോത്ര. അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന യഫദാ തുറന്നു വരിക. ഇതൊരു മല്ല് പിടിക്കാനുള്ള പോരാട്ട ദിനങ്ങളാണ്. എത്ര വിശ്വസിക്കുന്നു? സ്തോത്രം, സ്തോത്രം. ദൈവത്തിന് വചനം പറയുന്നു, ബലവാൻ ആയുധം ധരിച്ച് തന്നെ അരമന കാക്കുമ്പോൾ അവന്റെ വസ്തുവക ഉറപ്പോടിയിരിക്കുന്നു. പക്ഷെ അവനിലും ബലവാൻ അവൻ വന്ന് അവനെ ജയിച്ചുവെങ്കിലോ. എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഞാൻ കർത്താവ് പറഞ്ഞ വാക്യം പറഞ്ഞു കേട്ടോ. ബലവാൻ ആയുധം ധരിച്ച് ഒന്ന് പറഞ്ഞ്, ബലവാൻ ആയുധം ധരിച്ച് തന്നെ അരമന എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്, നിങ്ങളുടെ ഹൗസ് ഹോൾഡ്, നിങ്ങളുടെ ഈ ചുറ്റുപാട്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ പൊസഷൻസ്, നിങ്ങളുടെ ബിലോങ്ങിങ്സ്, നിങ്ങൾ കൊണ്ടുവന്ന സകല എന്താ പറയുക, നിങ്ങളുടെ സ്തോത്ര ജീവിതത്തിന് മൊത്തം അതിരുകളിൽ അവൻ കുറ്റിയടിച്ച് അവൻ വാടകോരി. നമ്മൾ സ്തോത്ര ഈ പഠനമെന്ന് വാക്കുകൊണ്ട് ശത്രു വാടകോരി സ്തോത്ര പാളയം അടിച്ച് ചുറ്റി കിടക്കുമ്പോൾ സ്തോത്ര ഞാൻ വിളിച്ചു പറയട്ടെ. സ്തോത്ര. ആമേൻ, ആമേൻ, ആമേൻ. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കുകയില്ല. എത്രയൊക്കെ ഉറപ്പോടെ പറയാൻ കഴിയും? എനിക്ക് വിരോധമായുണ്ട്. ശത്രു വിരോധമായ ആയുധങ്ങൾ ഉണ്ടാക്കി കേട്ടോ, ഉണ്ടാക്കും. സ്തോത്രം. ഉണ്ടാക്കും, പക്ഷേ ഫലിക്കത്തില്ല. സ്തോത്രം. ഞാൻ പറയാറുണ്ട്, അവനെ ഉണ്ടാക്കി അവനെ എഴുതി നിനക്ക് വിരോധമായി വരച്ച് നിനക്ക് വേണ്ടി ചെയ്ത് സ്തോത്രം അവൻ്റെ കൈ കുഴയുന്നതല്ലാതെ. സ്തോത്രം, 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 സ്തോത്രം. ഞാൻ പറയാം, ഡിവൈൻ വർഷിപ്പ് സെന്ററിനെ ഒരു ആത്മമണ്ഡലത്തിൽ കർത്താവ് ഉയർത്തി നിർത്താൻ പോവാ. ആത്മമണ്ഡലത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ മുതലേ പറഞ്ഞ്, നിങ്ങളുടെ സാഹചര്യത്തെ നിങ്ങൾ അത് ജീവിക്കണം. നിങ്ങളുടെ മതിലിനെ നിങ്ങൾ ചാടിക്കിടക്കണം. ഏതൊരു മീറ്റിങ്ങിലൊക്കെ ഇതൊക്കെ പറഞ്ഞായിരുന്നു. സ്തോത്ര. കഴിഞ്ഞ ദിവസം ജോസഫിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ജോസഫിന് മീതെ പ്രശ്നമില്ലാഞ്ഞിട്ടാണോ? പ്രശ്നമില്ല. സ്വന്തം വീട്ടിലെ സഹോദരന്മാരാ. സ്തോത്രം. നമുക്ക് വീട്ടുകാരൊന്നും അത്ര ശത്രുക്കളായിരിക്കണം എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അതിൻ്റെ ശത്രുക്കളില്ല. സ്തോത്രം. എൻ്റെ വിശ്വാസ ജീവിതത്തിൽ, എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ, എനിക്ക് എൻ്റെ ആത്മീയ ജീവിതത്തിൽ സ്തോത്രം പ്രധാനം എനിക്കില്ലാത്തൊരു കാര്യം, എനിക്ക് സ്തോത്രം ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് 2 ശത്രുക്കൾ വേണമെന്ന്. കാരണം ബൈബിളിൽ ഒരു വാക്യമുണ്ട്, നിങ്ങളുടെ ശത്രുക്കൾ. സ്തോത്രം. എനിക്ക് എല്ലാവരെയും ചേർത്ത് പിടിക്കാനാ. സ്തോത്രം. എല്ലാവരോടും ചിരിക്കാനാ, എല്ലാവരുടെ സന്തോഷം പങ്കിടാനാ, എല്ലാവർക്കും കൊടുക്കുവാനാ, എല്ലാവരുടെയും സ്തോത്രം. എൻ്റെ ഒരു ചിരി മതി. സ്തോത്രം. അവരുടെ മുറിവേറ്റ, അവരുടെ സ്തോത്രം താണു കിടക്കുന്ന മനസ്സ്, അവരുടെ ഇടിഞ്ഞു കിടക്കുന്ന ജീവിതാനുഭവങ്ങളെ സ്തോത്രം ഞാനോട് മിണ്ടാതിരുന്നാൽ അവർ താണു പോകും. ഞാൻ ചേർത്ത് പിടിച്ചില്ലെങ്കിൽ അവർ അകന്നു പോകും. സ്തോത്രം. ഞാനൊരു വിശ്വാസത്തിന് വലം കൈ കൊടുത്തില്ലെങ്കിൽ സ്തോത്രം വേറെ ആരെങ്കിലും കൈ പിടിക്കാൻ അവർ പോകും. സ്തോത്രം. ഓ ഹല്ലേലൂയ. ഞാനത് ചേർത്ത് നിർത്തിയില്ലെങ്കിൽ ക്ഷീണിച്ചിരിക്കും. ദൈവത്തിന് പറഞ്ഞാൽ യേശു എങ്ങനെ പറഞ്ഞു? ക്ഷീണിച്ചിരിക്കുന്ന നാളുകളുണ്ടെങ്കിൽ സ്തോത്ര ക്ഷീണിച്ചിരിക്കാനുള്ള ചില നാളുകളുണ്ടായിരുന്നു, വീണ് കിടക്കാനുള്ള ചില നാളുകളുണ്ടായിരുന്നു. പക്ഷേ സ്തോത്ര യേശു എങ്ങനെ പറയുന്നു? ഞങ്ങൾ എപ്പോഴും വീണ് കിടക്കുന്നവരല്ല. അപ്പോസ്തലൻ പൗലോസ് പറയുന്നു സ്തോത്ര ഇടുങ്ങിയിരിക്കുന്ന നാളുകളുണ്ടായിരുന്നു, വീണ് കിടക്കുന്ന നാളുകളുണ്ടായിരുന്നു, ബലഹീനത സംഭവിച്ച നാളുകളുണ്ടായിരുന്നു. പക്ഷെ എന്ന് ഞങ്ങൾ സ്തോത്ര കീഴടങ്ങി കിടക്കുന്നവരല്ല, തോറ്റു കിടക്കുന്നവരല്ല, തകർന്നു പോകുന്നവരല്ല, ഞങ്ങൾ എഴുന്നേൽക്കുന്നവരാണ്. സ്തോത്ര. ആ യേശുവിൻ നാമത്തിൽ കരങ്ങളെ അടിക്കണമോ? കരങ്ങളെ അടിക്കാം. ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കണമോ? ദൈവത്തെ സ്തുതിക്കാം. ആരും അവനുമായിരിക്കുള്ള സമയമല്ലിത്. അന്തോറിയം ധേനക ജനഘടകതല രമൗഡോറിയം ധേനക ആസ്മന വൈഡാലവ ശംഭവ രഗൽഖാനക. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് വചനം പറയുന്നു, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കുക. അവർ കഴുകന്മാരെ പോലെ ചീറകടിച്ച് എത്രവർക്ക് വിശ്വസിക്കാൻ കഴിയും? സ്തോത്രം. ഞാൻ എന്നും പാറയുടെ പിളർപ്പിലല്ല, ഞാൻ എന്നും സ്തോത്രം പാറ പിളർപ്പിന്റെ മറവുകളല്ല, ഞാൻ എന്നും താഴ്വരയിലല്ല, ഞാൻ എന്നും തോൽവിയുടെ പടുകുടിയിലല്ല, ഞാൻ എന്നും സ്തോത്ര കാരാഗ്രഹത്തിന്റെ കുണ്ടറകളിലല്ല. ഞാൻ ഒരു ദിവസം പുറത്തു വരും. സ്തോത്ര. ഞാൻ പുറത്തു വരോ, എന്റെ വാഗ്ദത്തം പുറത്തു വരോ, എന്റെ വിടുതൽ പുറത്തു വരോ, എന്റെ ജയം പുറത്തു വരോ. ശഖോരിയം ധന ഹൈനാലാമ സഖേരദിയം ധന. ജോസഫിനെ കുറിച്ചാണ് പറഞ്ഞത്. സ്തോത്രം. ഞാൻ പറയാം, നമ്മളിപ്പോഴും പറയുന്നത് സാഹചര്യം അനുകൂലം, വീട്ടുകാർ അനുകൂലമല്ലോ, സഹോദരന്മാർ അനുകൂലമല്ലോ. അതുകൊണ്ടാണ് ജോസഫ് ഈ അപ്പവുമായിട്ട് വന്നപ്പോൾ സഹോദരന്മാർ പറഞ്ഞു, ജോസഫ് വരുന്നതല്ല പറഞ്ഞത്, ഈ സഹോദരന്മാർക്ക് സ്തോത്ര ഫുഡ് കൊണ്ടുപോകാൻ. സ്തോത്രം. അപ്പൻ ആരെ പറഞ്ഞു വിട്ടു? ആരാണ് ഈ യോസഫിന് അപ്പൻ? ആരാണ്? യാക്കോബ്. യാക്കോബ് സ്തോത്രം ആരെ പറഞ്ഞു വിട്ടു? ജോസഫിനെ പറഞ്ഞു വിട്ടു. പറഞ്ഞു വിട്ടപ്പോൾ നോക്കണേ, സ്തോത്രം അവര് പറയുവാ, എൻ്റെ ഇളയ സഹോദരൻ താ വരുന്നു. അങ്ങനെയാണോ പറഞ്ഞത്? ജോസഫ് വരുന്നതാണ് പറഞ്ഞത്, അല്ല ആരാ പറഞ്ഞത്? ഈ ബാക്കിയുള്ള മൂത്ത ഒത്തിരി പുത്രന്മാരുണ്ടല്ലോ. സ്തോത്രം. ഈ മൂത്ത ഈ യാക്കോബിന്റെ വീട്ടിലും ഒത്തിരി സ്തോത്രം സൈന്യം പോലെ നിൽക്കുന്ന ഈ പടക്കൂട്ടങ്ങളെല്ലാം കൂടെ വിളിച്ചു പറഞ്ഞു, സ്തോത്രം ദാണ്ട ആര് വരുന്നു?
അവരുടെ പ്രശ്നം സ്വപ്നത്തോടെ ഉള്ളൂ. ഞാൻ പറയാം, എപ്പോഴും പിശാചിന്റെ അറ്റാക്ക് നിന്റെ മേൽ നീ കേട്ട ദൈവിക ദൂതം ആലോചന അണ്ട് അവൻ പിടിച്ച് നിൽക്കുന്ന കണ്ടോ. യോബിനെ കുറിച്ചുള്ള ഏറ്റവും വലിയ പരാതി എന്ന് പറയുന്നത് അത് ഇപ്പോഴും മുറുകെ പിടിച്ചേക്കുവന്ന്. യോബിനോട് ഭാര്യ ഒരു നല്ലൊരു കൺസൾട്ടേഷൻ പോലെ ഒരു കൺസൾട്ടേഷൻ കൊടുത്തു. വെറുതെ നമ്മൾ രണ്ടുപേരോട് ഇങ്ങനെ ഈ ഭക്തിയും മതവും റിലീജിയനും പ്രാർത്ഥനയും കൂട്ടായ്മയും ഇങ്ങനെ നമ്മളതിൻ്റെ ആവശ്യമൊന്നും നമുക്കിനിയില്ല. നമുക്കെല്ലാം നഷ്ടപ്പെട്ടവരാണ്. നമുക്കെല്ലാം നഷ്ടപ്പെട്ടു. നമുക്കിനിയും സ്തോത്രം പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കാൻ ഒരു വിഷയം നമ്മുടെ ഭാഷ നമുക്ക് പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കാൻ ഒരു വിഷയം നമ്മുടെ ഇല്ല. സ്തോത്രം. നിങ്ങൾ നശിക്കാൻ പോകും, ഞാനും നശിക്കാൻ പോകും. എന്താ പിന്നെ ഒരു കൂട്ട ആത്മഹത്യക്ക് അങ്ങ് ചിലപ്പോൾ അതായിരിക്കും ആദ്യം പറഞ്ഞത്. പക്ഷെ അങ്ങനെ ആ സ്ത്രീ പറഞ്ഞ കാര്യം അവിടെ എഴുതിയിട്ടില്ല. പക്ഷേ ഈ ആ സ്ത്രീ എന്തോ എന്ന് പറഞ്ഞു. ആ സഹോദരി ഇങ്ങനെ പറഞ്ഞു, എല്ലാം കേട്ടാലും എല്ലാം സ്തോത്രം മൊത്തം കേൾക്കണം, പക്ഷെ അവസാനത്തെ തീരുമാനം നിങ്ങളുടെ ആയിരിക്കണം. രൂത്തിന്റെ പുസ്തകത്തിൽ ഇങ്ങനെ പ്രശ്നമുണ്ട്. രൂത്തിന്റെ പുസ്തകത്തിൽ ഇങ്ങനെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ സ്തോത്രം നവോമിയുടെ ഒരു നിർബന്ധമായിരിക്കും. പ്രത്യേകിച്ച് അമ്മമാർക്ക് ആൺകുട്ടികളെ കുറിച്ച് വലിയ നിർബന്ധമുണ്ട്. അന്നേരം ബാക്കി പറയണ്ട. ഈ സ്തോത്രം രണ്ട് വീട്ടിൽ ആമ്പിള്ളേരിങ്ങനെ ഈ ദേശത്ത് മൊത്തം കഠിന ക്ഷാമമാണ്, വിതയും കൊയ്ത്തുമില്ല. ഈ സ്തോത്രം ഇവിടെ കിടന്ന പിള്ളേർ നശിച്ചു പോകും. ഈ പിള്ളേർക്കൊരു ഭാവി ഉള്ളതില്ലയോ, പിള്ളേർക്ക് ഒരു നന്മ കിട്ടേണ്ടതില്ലയോ, നിങ്ങളിവിടെ കിടന്നാൽ ഒരു തീരുമാനം എടുക്കണ്ടായോ? ഇത് പിന്നെ എത്രയോ സ്ഥലത്ത് വലിയ സമൃദ്ധി കൊണ്ട് ഇങ്ങനെ കിടന്ന് നശിക്കാനാണോ? ഞാനതിനില്ല. ഒന്നീ ഞാൻ എൻ്റെ വീട്ടിൽ പോകും, അല്ലെങ്കിൽ നിങ്ങൾ അതിനുപോട്ട് എന്ത് ചെയ്യണം? നവമി അങ്ങനൊന്നും പറഞ്ഞു കാണത്തില്ല. നവമി പറഞ്ഞു എന്തൊക്കെയോ പറഞ്ഞു. സ്തോത്രം പിള്ളേർ ഇവിടെ കിടന്ന നശിക്കും, നിങ്ങൾക്കൊരു വീണ്ടും വിചാരമൊന്നുമില്ല മനുഷ്യാന്ന്. നിങ്ങൾക്കൊരു വീണ്ടും വിചാരമൊന്നുമില്ല മനുഷ്യ. അവിടുത്തെ തീരുമാനം ഏറ്റവും അവസാനം എടുത്തത് ആ സഹോദരിയായിരുന്നു കേട്ടോ. എനിക്കറിയില്ല എന്തിനാ ഇങ്ങനെ ദൂതിൽ നിന്ന് സംസാരിക്കുന്നതെന്ന്. ആ സഹോദരിയാണ് തീരുമാനം എടുത്തത്. സഹോദരൻ്റെ തീരുമാനം ഇത്ര മാത്രമേ ഉള്ളൂ, നമുക്ക് എങ്ങോട്ട് മടങ്ങി പോകാം, മോവാബിലേക്ക് മടങ്ങി പോകാമെന്ന്. ഏത് വീട്ടിലും ഡിസിഷൻ മേക്കിങ് സ്ത്രീകളാണെങ്കിൽ ഡിസിഷൻ പറയുന്നത് കുഴപ്പമില്ല, അതിൻ്റെ കൺക്ലൂഷൻ ആർക്ക് അധികാരം കൊടുക്കണം? നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഡിവൈൻ പ്രയോറിറ്റികൾ, ഡിവൈൻ ഓർഡറുകൾ നിങ്ങൾ ഒരിക്കലും തെറ്റിക്കരുത്. നിങ്ങൾ എല്ലാ കാര്യങ്ങളും ആശയങ്ങൾ പങ്കുവെക്കണം, മനസ്സിലാക്കണം. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ അവസാന പിടിച്ച് തീരുമാനം ഈ പാവപ്പെട്ട ഭർത്താവിനെ കൊണ്ട് എടുപ്പിക്കാൻ നിങ്ങൾ നിർബന്ധിക്കരുത്. ആ സഹോദരയുടെ തീരുമാനം എവിടം വരെ പോയെന്നറിയാമോ? 10 തലമുറ പോലും ആലയത്തിൽ പ്രവേശിക്കരുത്, പുരോഹിത തലത്തിലേക്ക് വരരുത്, ശപിച്ച് സ്തോത്രം ഈ ആത്മീയ അനുഭവത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട മോവാബ് ദേശത്തേക്ക്. എവിടെല്ലാം സമൃദ്ധിയുണ്ട്, എവിടെല്ലാം കൊയ്ത്തുണ്ട്, എവിടെല്ലാം ഭൗതിക നന്മകളുണ്ട്, എവിടെല്ലാം എന്തെല്ലാം ഉണ്ട്. പക്ഷെ അവിടേക്ക് നിനക്ക് പോകാൻ പറ്റുമോ? അവിടേക്ക് നിനക്ക് പോയി ഓഹരിക്കാനായി തീരാൻ പറ്റുമോ? എവിടെ എന്തെല്ലാം ഉണ്ട്, അങ്ങോട്ട് പോയി. ഞാൻ പറയാറുണ്ട്, കുട്ടികൾക്ക് ആഹാരത്തിന് വേണ്ടി പോയതാ, ഏറ്റവും അവസാനം ആഹാരം കഴിക്കേണ്ട പിള്ളേരങ്ങ് പോയി. വല്ലതും പിടി കിട്ടുന്നുണ്ടോ? വല്ല മനസ്സിലാവുന്നുണ്ടോ? എടുത്ത് വായിക്കണോ? ആഹാരം കഴിക്കണ്ട ആര് പോയി? ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ഒരു ആൻറ്റി 3 ഡെഡ് ബോഡിക്ക് ടാറ്റ കൊടുത്തു. ബൈ 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 ബൈ. രൂത്തിന്റെ പുസ്തകം ആരംഭിക്കുന്നത് മരിച്ചു കുഴിച്ചിട്ടു. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? എടുത്ത് വായിക്കണോ? രൂത്തിന്റെ പുസ്തകം ആരംഭിക്കുന്നത് ഇങ്ങനെ. പക്ഷെ അതേ സഹോദരിയെ, ഈ നവോമിയെ മാത്രം സ്തോത്രം തിരിച്ചെവിടെ കൊണ്ടുവന്നു? അവൾ വിട്ടിട്ട് പോയ ബേഥലേമിൽ തിരിച്ചു കൊണ്ടുവന്നിട്ട് രൂത്തിന്റെ പുസ്തകം അവസാനിക്കുന്നത് ജനിപ്പിച്ചു. ഞാൻ ഒത്തിരി 1000 വട്ടം പറഞ്ഞിട്ടുള്ളതാ. ജനിപ്പിച്ചു. അങ്ങനെ കേട്ടിട്ടില്ലല്ലോ? ഇല്ല, കേട്ടിട്ടില്ലെന്ന് ഒരാളെങ്കിലും കേൾക്കാത്തതുണ്ട്. സ്തോത്രം. ജനിപ്പിച്ചു. സ്തോത്രം. അവിടെ മരണം, ഇവിടെ ജനനം. ചേർത്ത് പറഞ്ഞ അവിടെ മരണം, അവിടെ മരണം. ഞാൻ ഇവിടെ ചോദിക്കട്ടെ, സ്തോത്രം. ഒരു വീട്ടിൽ നിന്ന് 2 സഹോദരിമാർ മാത്രം മോവാബിൽ നിന്ന് ബേഥലേമിലേക്ക് അവർക്ക് നഷ്ടപ്പെട്ടു പോയ അവകാശത്തിൽ തിരിച്ചു വന്നാൽ ഇനി എന്തെങ്കിലും പ്രതീക്ഷ ബാക്കി ഇരിപ്പുണ്ടോ? പക്ഷെ അവർക്ക് വേണ്ടി ദൈവം വലുതും വിശാലമായ വാതിൽ തുറന്നു. നിങ്ങൾ കാണുന്നത് സ്തോത്രം രൂത്തിന്റെ ഭർത്താവായിരിക്കുന്ന ബോവസിനെ ആയിരിക്കും. സ്തോത്രം. ഞാൻ പറയാറുണ്ട്, ആ ലോത്തിന്റെ വീട്ടിലെ ശാപം പൊട്ടിച്ചുകൊണ്ട് വന്ന ഒരു സഹോദരിയാണ്. ആരെന്നറിയുമോ? രൂത്ത്. സ്തോത്രം. ലോത്തിന്റെ തലമുറയ്ക്ക് കിട്ടിയ മൊത്തം ശാപത്തെ തകർത്ത് പൊട്ടിച്ച് ആ വേര് പറിച്ച് ആര് വന്നു? ഞാൻ പറയാം, സ്തോത്രം. സഹോദരിമാരെ, നിങ്ങളുടെ ഒറ്റ പ്രാർത്ഥന, നിങ്ങളുടെ ഒറ്റ പിടി മതി. നിങ്ങൾ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന മതി. സ്തോത്രം. നാളുകളായിട്ടുള്ള പാരമ്പര്യ ശാപങ്ങൾ, ജനറേഷണൽ കേഴ്സസ്, സ്തോത്രം, പിശാച് വെച്ചിരിക്കുന്ന അന്യായ ശക്തികൾ പൊട്ടിച്ചു. ഓ റബാല ശംദരാജ ഹൈഡരദൽ ഖനാസിയന്തന ഹൈഡമന ഹംദര ജനാദര പ്രൗഡൽ ഖനാശിയന്തന. ഏത് വീട്ടിലും സഹോദരിമാരാ കൂടുതൽ സ്തോത്രം വിഷയങ്ങൾക്ക് വിടുതൽ വേണ്ടി ഞാൻ കണ്ടിട്ടുള്ളിടത്തോളം സ്തോത്രം
അവർ വിഷയങ്ങളുടെ വിടുതലിന് വേണ്ടി ഒത്തിരി കയറുന്നത് ദൈവസ്ഥലിൽ മല്ല് പിടിക്കും, പോരാടും, പ്രാർത്ഥനയിൽ പോരാടും, സ്തോത്രം, പ്രാർത്ഥന ജാഗരിക്കും, സ്തോത്രം, പ്രാർത്ഥനയിൽ ദൈവസ്ഥലിൽ സ്തോത്രം നിരന്തരമായി കാത്തിരിക്കും. ഒരു വിടുതൽ കിട്ടുന്നതിന് വേണ്ടി ദൈവസ്ഥലിൽ ആവോളം കാത്തിരിക്കും. അത്രയുള്ള സഹിഷ്ണുതയും സാഹചര്യം ഒന്നും സഹോദരന്മാർ എടുക്കാറില്ല. അവർക്ക് പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ഇൻസ്റ്റൻ്റായിട്ട് വിടുതൽ വേണം. അത്രയും ചിലപ്പോൾ നിർബന്ധ ബുദ്ധി പ്രകടിപ്പിക്കാറില്ല. സഹോദരന്മാരാണെങ്കിൽ അവരുടെ രോദനവും വേദനയും സങ്കടവും ഞെരുക്കവും എല്ലാം ചെന്ന് ഒരു അപ്പനും പറയുന്ന പോലെ ചിലപ്പോൾ വാക്കുകളൊന്നും കാണത്തില്ല, ഗ്രാമറൊന്നും കാണത്തില്ല, എല്ലാം ദൈവസ്ഥൽ ചെന്നിരുന്ന് പകരും. ദൈവത്തിന് വചനം പറഞ്ഞു, ഹന്ന ദൈവസ്ഥൽ പോയിരുന്ന് പകർന്നു. അതിന് പുറത്തെ ഗ്രാമാറ്റിക്കൽ സ്തോത്രം ഓർഡർ ഒന്നുമില്ലായിരുന്നു, അവർക്ക് പുറത്തെ വലിയ വാചക ഘടനയൊന്നുമില്ലായിരുന്നു, സ്തോത്രം ആദ്യം അന്തമൊന്നുമില്ലായിരുന്നു. അവിടെ ആവശ്യം അങ്ങനെ ദൈവസ്ഥലിൽ പോരാടി പ്രാർത്ഥിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, നിന്റെ തലമുറ വിടുതൽ കാണും, സ്തോത്രം, നിന്റെ തലമുറ ജയം കാണും, നീ നന്മ അനുഭവിക്കൂ. വിശ്വസിക്കാൻ കഴിയും. ബലവാൻ ആയുധം ധരിച്ച് തന്നെ അരമന കാക്കുമ്പോൾ അവൻ്റെ വസ്തുവക അവൻ്റെ ടെറിട്ടറി, അവൻ്റെ സാമ്രാജ്യത്തിനകത്ത് കയറി ആർക്കും ഒന്നും ചെയ്യാൻ കഴിയത്തുള്ളൂ. പക്ഷെ അവനിലും ബലവാനായവൻ വന്നുവെങ്കിലോ, ഞാൻ അവനിലും ബലവാനവനെ പറഞ്ഞു തരാം കേട്ടോ, സ്തോത്രം. അവനിലും ബലവാനവൻ ഇവിടെ വന്നിട്ടുണ്ട്, സ്തോത്രം. അവനിലും ബലവാൻ. നിങ്ങൾ കേട്ട ശബ്ദവും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതും ഈ എല്ലാ പ്രതിസന്ധികളും, ഈ മഹാപർവ്വതങ്ങളും, ഈ അടഞ്ഞ വാതിലുകളും, ഇതൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വൈദ്യശാസ്ത്ര ലോകത്തിൻ്റെ റിപ്പോർട്ടുകളും, സ്തോത്രം, ഇപ്പോൾ മെഡിക്കൽ അവസാനമായി സ്തോത്രം മെഡിക്കൽ മിഷൻ തന്ന സർട്ടിഫിക്കറ്റൊക്കെയാണ് ഇതെല്ലാം വായിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക, സ്തോത്രം. ഞാൻ പറയുന്നതെല്ലാം കുപ്പത്തൊട്ടുള്ള വലിച്ച് വേസ്റ്റ് ബോക്സിലോട്ട് വലിച്ചു വാരിയിട്ടാൽ, സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ വീട്ടിൽ അത്ഭുതമായ വിടുതലാണ്. നിങ്ങളൊരു അത്ഭുതമാകട്ടോ, സ്തോത്രം, നിങ്ങളൊരു അത്ഭുതമാണ്. ഓ രാബ ശക്കാരാധന ജൽക്കടാനക ആദർ ഘടാനക. കരങ്ങൾ അടിക്കണം, മൗനമായിരിക്കരുത്, ആരും മൗനമായിരിക്കരുത്. സ്തോത്രം, 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 സ്തോത്രം. ഓ റിസീവ് യുവർ ബ്ലെസ്സിംഗ്, റിസീവ് യുവർ ഹീലിംഗ്. ഓ രാബ സങ്കീർത്തനത്തിൽ വായിച്ചല്ലോ, പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന്. ദൈവമേ, നീ നന്മ ഒന്ന് ചേർന്ന് പറഞ്ഞിട്ട്, എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് എനിക്ക് നന്മയ്ക്കാ ഒരു അടയാളം, സ്തോത്രം. ദൈവം ചില അടയാളം തരും കേട്ടോ, സ്തോത്രം. ഓ ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ നിന്നെ പകയ്ക്കുന്നവർ. എബേസിനെ പകച്ചു, ഈവൻ അമ്മ പോലും പകച്ചുകൊണ്ടായിരിക്കും എബേസിട്ട് ദ സൺ ഓഫ് സോറോസ്, വ്യസനത്തിൻ്റെ പുത്രൻ. പലരും പറയാറുണ്ട്, നാട്ടുകാരൊക്കെ. ഞാനൊരു പ്രസംഗം ഇങ്ങനെ കേട്ടു, ഇവ സ്കൂളിൽ പോകുമ്പോൾ, എബേസ് സ്കൂളിൽ പോകുമ്പോൾ പിള്ളേരെല്ലാം വിളിച്ച് പറയും, ദാണ്ട ദുഃഖത്തിൻ്റെ പുത്രൻ പോകുന്നു. ഓ, അവൻ ജനിക്കാതിരുന്നാൽ എത്രയോ നല്ലതായിരുന്നു, സ്തോത്ര. അവൻ സ്തോത്ര, എത്രയോ അമ്മമാർക്ക്, എത്രയോ സഹോദരന്മാർ കുഞ്ഞുങ്ങളില്ല. പക്ഷെ ജനിച്ച കുഞ്ഞിനെ നാട്ടുകാർ, വീട്ടുകാർ, സ്വന്തം അമ്മ പോലും വിളിക്കുന്നത് ജബ്ബേസ്. അവൻ നീ ദുഃഖത്തിൻ്റെ പുത്രനാണ്, നീ ജനിക്കാതിരുന്നാൽ എത്രയോ നല്ലതായിരുന്നു, സ്തോത്ര. നിന്നെ എനിക്ക് വേണ്ടായിരുന്നു, എന്തിനു നീ ജനിച്ചു, സ്തോത്ര. ഇത് കേട്ടുകൊണ്ടാണ് ജബ്ബേസ് വളരുന്നത്. എനിക്കൊരു ജീവിതം വേണ്ട, എനിക്കൊരു ഭാവി വേണ്ട, എൻ്റെ അമ്മ പോലും എന്നെ തള്ളിക്കളഞ്ഞു, സ്തോത്ര. എന്തിനു ഞാൻ ജീവിച്ചിരിക്കണം, എനിക്കൊരു ഭാവിയുണ്ടോ, എനിക്കൊരു നാളെയുണ്ടോ. ഒരു സ്വപ്നം പോലും ഇല്ലാത്തവനായിരുന്നു ജബ്ബേസ്. ഞാനിവിടെ പറയാം, സ്തോത്രം. ഞാൻ ഒരു വേർഷൻ വായിച്ചപ്പോൾ ഇങ്ങനെ, ജബ്ബേസിന്റെ സ്തോത്രം, സ്വപ്നം കാണാൻ പോലുള്ള വിധിയില്ല കേട്ടോ, സ്വപ്നം പോലും ഇല്ലെന്ന്. നമുക്ക് കുട്ടികൾക്കൊക്കെ ഒരു സ്വപ്നമെങ്കിലും ഉണ്ട്, സ്തോത്ര. യൂറോപ്പിൽ പോകുന്നു, UK പോകുന്നു, സ്തോത്ര, അമേരിക്കയിൽ പോകുന്നു, ഓസ്ട്രേലിയയിൽ പോകുന്നു. എന്തെങ്കിലും നാളെ കാര്യങ്ങൾ മാറും, സ്തോത്ര. എൻ്റെ സ്ഥിതികൾ മാറും, എൻ്റെ സാധ്യതകൾ മാറും. എന്നും ഞാൻ ഇങ്ങനെ ഇരിക്കത്തില്ല, സ്തോത്ര. എന്നും പിശാച് അതിൽ ഞാൻ ഇരിക്കത്തില്ല. അത് സ്തോത്രം മാറ്റുമെന്ന് നമുക്ക് ഒരു ഉറപ്പുണ്ട്. പക്ഷേ ജബ്ബേസിനെ കുറിച്ച് പറയുന്നത് ഒരു സ്വപ്നം പോലും ഇല്ല. കാരണം വീട്ടിൽ വിളി ഇതാണ്. നാട്ടിലോട്ടിറങ്ങിയാൽ എങ്ങും ഒരു സ്തോത്രം സന്തോഷ വർത്തമാനം ഇതുവരെ കേട്ടില്ല. ക്ലാസ് റൂമിൽ പോയാൽ അവൻ എല്ലാവരും വിളിക്കുന്നത്, സ്തോത്രം, എന്തിന് നീ ജനിച്ചു, നിന്റെ ജനനത്തിന് പിന്നിൽ എന്തൊരു കാരണമുണ്ട്. ഞാൻ കാര്യം പറയാം, ജബ്ബേസിന്റെ ജനനത്തിന് പിന്നിൽ ഈ സഹോദരിക്ക്, ജബ്ബേസിന് ജന്മം കൊടുത്ത അമ്മയ്ക്കൊരു കാരണമുണ്ട്. കാരണം ബൈബിൾ സൈലന്റ് പറയുന്നൊന്നുമില്ല, സ്തോത്രം. കാരണം ഉണ്ടെന്ന് വേറെ. അതുകൊണ്ടാണ് ജനിച്ച കുഞ്ഞിന് ഒരിക്കലും ഇങ്ങനെ ഒരു പേര് ആരും എന്ത് ചെയ്യുന്നില്ല, ഇട്ടുന്നില്ല. പക്ഷെ ദൈവത്തിൽ വചനം പറഞ്ഞു, അവന്റെ സഹോദരന്മാർ അവനേക്കാൾ മാന്യനായിരുന്നു. പക്ഷേ ഇന്ന് രാത്രി ഈ പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, പക്ഷേ ദൈവത്തിന്റെ വചനം പറയുന്നത്, ജബ്ബേസ് ദുഃഖത്തിന്റെ പുത്രനായിട്ട് ജബ്ബേസ് അവസാനിച്ചില്ല. അവന്റെ സ്തോത്രം വിളിപ്പേരിൽ അവസാനിച്ചില്ല. നാട്ടുകാർ കൊടുത്ത വിളിപ്പേരിൽ നിങ്ങളിങ്ങനെ അവസാനിക്കൊണ്ട് തീരുമാനിക്കുന്നത് പഞ്ചായത്ത് കമ്മിറ്റി അല്ല, സ്തോത്ര. അയൽക്കൂട്ടമല്ല, സ്തോത്ര. ജനശ്രീ അല്ല, സ്തോത്ര. ആമേൻ, സ്തോത്ര. വീട്ടുകാരല്ല. അത് തീരുമാനിക്കുന്നത് നിങ്ങൾ മാത്രമാണ്. അത് നിങ്ങളുടെ നാവാണ്. ഞാനിവിടെ ചോദിക്കട്ടെ പ്രിയമുള്ളവരെ, നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും ഒക്കെ പറഞ്ഞ അനുസരിച്ച് നിങ്ങൾ കേട്ടായിരുന്നെങ്കിൽ, ചിന്തിച്ചാലും പ്രവർത്തിച്ചാൽ നിങ്ങൾ ഇതുവഴി ഇവിടം വരെ വരുമായിരുന്നു? എത്ര പ്രാവശ്യം മണ്ടാന്ന് വിളിച്ചു? മണ്ടന് നിന്റെ തല ചെളിയാണോ?
നിങ്ങളെല്ലാം ടെക്സ്റ്റ് ബുക്ക് മൊത്തം പഠിച്ച് പാസ്സായതുകൊണ്ടാണോ പ്രാക്ടീസ് പ്രോബ്ലവും അതിൻ്റെ എക്സർസൈസ് നോട്ടും എല്ലാം കാണാതെ പഠിച്ചുകൊണ്ടാണ് ഇത്രയും വന്നത്? പ്രാർത്ഥനയുടെ ഫലമായി ദൈവം കുഞ്ഞുങ്ങളൊക്കെ ഓരോ തലത്തിൽ മാനിക്കേണ്ടവരെയൊക്കെ സ്തോത്രം ഓരോ അനുഗ്രഹങ്ങൾ നന്മകളൊക്കെ നൽകി ദൈവം അനുഗ്രഹിച്ചുകൊണ്ടേ ഇരിക്കുക. ഞാൻ പറയട്ടെ, ചിന്തിക്കട്ടെ, ഞാൻ പറയട്ടെ, മാതാപിതാക്കൾ പോകാത്ത രാജ്യങ്ങളിൽ ആര് പോയിക്കൊണ്ടിരിക്കുക? ജോസഫെ, നീ നിന്റെ സഹോദരൻ്റെ കാര്യവും അപ്പൻ്റെ കാര്യവും സ്തോത്രം വസ്ത്രം നിലങ്കി എടുത്ത കാര്യവും കുഴി വീണ കാര്യം ഒന്നും പറഞ്ഞുകൊണ്ടിരിക്കരുത്. നിങ്ങൾ ജോസഫ് എന്നിങ്ങനെ കുഴി വീണ കാര്യം ജോസഫ് പറഞ്ഞിട്ടുണ്ടോ? എന്താ പറയുന്നേ? ഇത്രയും വർഷം കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട കാര്യം ഒരു സാക്ഷി പറഞ്ഞോ? ജോസഫ് പറഞ്ഞില്ല. ജോസഫിനറിയാം, എന്നെ ലിഫ്റ്റ് ചെയ്യാൻ കണ്ടത് കാരാഗ്രഹത്തിന് അഴിയോ കുഴിയൊന്നുമല്ല. എന്നെ ലിഫ്റ്റ് ചെയ്യാൻ ദൈവം കാണിച്ചത് സ്വപ്നങ്ങളാണ്. ആ സ്വപ്നങ്ങളുടെ മധ്യത്തിൽ നീ വിശ്വസ്തനാണെങ്കിൽ ബാക്കി കാര്യങ്ങൾ തമ്പുരാൻ ചെയ്യും. നമ്മളാ ചെയ്യുന്നതോ, നമ്മൾ ആദ്യത്തെ സ്വപ്നത്തെ തന്നെ നമ്മൾ അവഗണിക്കും. ഞാൻ അവഗണിച്ചിട്ടുണ്ട്, ഞാൻ പുറങ്കാലം കൊണ്ട് തള്ളിക്കളഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ നാവ് കൊണ്ട് എതിരെ സംസാരിച്ചിട്ടുണ്ട്. അതെല്ലാം എനിക്ക് വിനയായിട്ട് മാറിയിട്ടുണ്ട്. എന്നെ ദൈവം ഇന്നാറ പഠിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ മുമ്പിൽ എൻ്റെ പുറകെ തുടങ്ങിയവരെ ദൈവം മുന്നിൽ കൊണ്ടുപോയിട്ട് നീ എന്നോട് പറഞ്ഞ് കണ്ടോളാൻ പറഞ്ഞു. എൻ്റെ ഒരു കാര്യം പബ്ലിക്കായിട്ട് പറഞ്ഞതിന് എനിക്ക് ഒരു ലജ്ജയും മടിയില്ല കേട്ടോ, ഒരു മടിയില്ല. കാരണം ഞാൻ സ്തോത്രം തള്ളി അവഗണിച്ച് കളഞ്ഞു. എൻ്റെ മനസ്സിലെ ഭാരം കൊണ്ട് എനിക്ക് പോയതേ ഉള്ളൂ കേട്ടോ. തമ്പുരാൻ ഒന്നും നഷ്ടപ്പെടാനില്ല. തമ്പുരാൻ്റെ പദ്ധതി വേറെയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ജോസഫ് ഇന്ന് നാഴി വരെ ജോസഫ് മതിൽ പൊങ്ങിയതിനെ കുറിച്ചോ, സഹോദരന്മാർ എതിരാളിയായതിനെ കുറിച്ചോ, വസ്ത്രം ഊരിക്കളഞ്ഞതിനെ കുറിച്ചോ, വസ്ത്രം ഈ മൃഗത്തിൻ്റെ രക്തത്തിൽ മുക്കിയതിനെ കുറിച്ചോ, കുഴിയിൽ വലിച്ചിട്ടതിനെ കുറിച്ചോ, ഇസ്മായിലെ കച്ചവടക്കാരൻ്റെ ഇടയിൽ വിട്ടതിനെ കുറിച്ചോ, ഈ കഴിഞ്ഞ 17 വർഷം അഴി എണ്ണിയതിനെ കുറിച്ചോ, കുഴി വീണതിനെ ഒന്നും പറഞ്ഞില്ല. ഒറ്റ നിങ്ങൾക്ക് തന്നെ എന്തോ ഒന്നിൽ നിങ്ങൾ വിശ്വസ്തനെ നിന്നാൽ മതി കേട്ടോ. ക്ഷമിച്ച ദൈവം നിങ്ങൾ എന്തോ ഒന്നാണ് ജോസഫിന് ആകെ കൊടുത്ത ഒരു സ്വപ്നമാണ്. അതിനകത്ത് ആര് വിശ്വസ്തനായിട്ട് നിന്നു എന്ന് പറഞ്ഞേ? പത്രോസ് ഒരിക്കലും പൗലോസിന്റെ വെളിപ്പാടിന് എനിക്ക് വെളിപ്പാട് അത്രയൊന്നുമില്ല, ഞാൻ വലിയ അപ്പോസ്തലനല്ല, ഞാൻ ലോകം കീഴടക്കാൻ പോകുന്നില്ല, ഞാൻ സ്തോത്രം ഭൂമിയെ കീഴ്മേൽ മറിക്കാൻ പോകുന്നില്ല, എനിക്ക് ചെറിയ യെരൂശലേമിലെ സഭയിലെ വിളിയ. പൗലോസ് മത്സരിക്കാൻ പത്രോസ് നീ ആരാ? ഇതെല്ലാം കൃപയാ. പൗലോസിന് ഞാൻ കിട്ടിയതും കൃപയാ, നിനക്ക് കിട്ടാൻ കൃപയാ. കർത്താവ് പോലും പറയുന്നു, ആലയത്തിന് തൂണുകളെ എണ്ണപ്പെട്ടത് പത്രോസും യാക്കോബും യോഹന്നാനും മാത്രമേ ഉള്ളൂ, പൗലോസ് ഇല്ല. പൗലോസ് തന്നെ കുറിച്ച് പറഞ്ഞത് ഏറ്റവും അവസാനം അകാലം പറഞ്ഞ പോലെ ദൈവം എനിക്കൊണ്ടൊന്ന് പ്രത്യക്ഷനായെന്ന്. കാരണം ഞാൻ സമയത്തിന് മുമ്പേ ജനിച്ചതാ, ഞാൻ അപ്പോസ്തലനല്ല. എന്നോട് പറയാം, ദൈവം നിങ്ങൾ നല്ല സ്പിരിച്വൽ പൊസിഷനിൽ നിങ്ങൾ വിശ്വസ്തനായി നിൽക്ക്, ദൈവം നിങ്ങളെ പ്രൊമോട്ട് ചെയ്യും. രാമൻ പറഞ്ഞേ, നിങ്ങൾക്കൊരു പ്രൊമോഷൻ ഉണ്ട് കേട്ടോ. സ്തോത്രം. 2024 എബേസിനെ കുറിച്ചാണ് പറഞ്ഞത്. സ്തോത്രം. ഈ നെഗറ്റിവിസം പറഞ്ഞുകൊണ്ട് അമ്മയെ കുറ്റം പറഞ്ഞ് സ്തോത്രം ജീവിതകാലം മൊത്തം അവിടെ തീർക്കാം. നിങ്ങളെ ദിനവൃത്താന്ത പുസ്തകം വീട്ടിൽ പോയി എബേസിന്റെ പ്രാർത്ഥനയ്ക്ക് ശേഷം പറഞ്ഞ ജബ്ബേസ് ഏത് പട്ടണത്തിൽ ജനിച്ചോ കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ആ പട്ടണം അവന്റെ പേരിൽ അറിയപ്പെട്ടു. കുഞ്ഞുങ്ങളോട് പറയാം, ഈ വീട്ടിൽ കയറി പിടിച്ചോ കേട്ടോ. സ്തോത്രം. നാട്ടുകാരെ അവന്റെ സമപ്രകാരമൊക്കെ വിളിച്ച് എബേസ് എന്ന്, സൺ ഓഫ് സോറോ, ദുഃഖത്തിന്റെ പുത്രൻ പോകുന്നത്. സ്തോത്രം, 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 സ്തോത്രം. അനേക സഹോദരിമാർ പറഞ്ഞു കാണും, സ്തോത്രം, എന്തിനാ ഇവനെ ജനിപ്പിച്ചെന്ന് അറിയത്തില്ല, കുഞ്ഞില്ലായിരുന്നാ മതിയായിരുന്നല്ലോ. ചിലർ അത് അംഗവൈകല്യമായിരുന്നു എന്ന് പറയുന്നു. ചിലർ പറയുന്നു ആ ജനനത്തിൽ അമ്മയ്ക്ക് എന്തോ വലിയ കേട് സംഭവിച്ചെന്ന്. മറ്റു ചിലർ പറയുന്നു ഇവന്റെ ജനനത്തോട് പിതാവ് മരിച്ചെന്ന്. പിതാവിനെ കുറിച്ച് കാണുന്നില്ല, ഇങ്ങനെ കേട്ടിട്ടില്ലല്ലേ? മറ്റു ചിലർ പറയുന്നു സ്തോത്രം, എന്തോ ജനിച്ച സമയത്ത് ആർക്കുമില്ലാത്ത, സഹോദരന്മാർക്കല്ലാത്ത എന്തോ ശാപം ഇവനുണ്ടായി. അതുകൊണ്ടാണ് ഈ കർത്താവിന്റെ സമയത്ത് വന്നപ്പോൾ ഈ കണ്ണുപൊട്ടനായ ഒരു വ്യക്തിയോട് ചോദിച്ചു, ഇവൻ ഈ കുരുടനെ പിറക്കത്തക്കൊണ്ടും ആര് പാപം, അവർക്ക് അറിയണം ഇത് ജന്മനാ പാപമാണോ, മാതാപിതാക്കളുടെ പാപമാണോ, കൈമാറി വന്ന ജനറേഷണൽ കേസസ് പിതൃപാരമ്പര്യങ്ങളാണോ, പാപമാണോ, ശാപമോ, എല്ലാം അറിയണം. എന്തോ ജബ്ബേസിന് സംഭവിച്ചു. ഞാൻ പറയാം, നിങ്ങളോട് പറയാം, അടച്ചിട്ട മുറിയിൽ എന്നെ എന്തിനു ജനിപ്പിച്ചെന്ന് ചോദിച്ചുകൊണ്ട് ജബ്ബേസിന് അവിടെ ഇരുന്നാൽ ഇരിക്കാമായിരുന്നു. പക്ഷെ അങ്ങനെ അവിടെ ഇരുന്നില്ല. അവൻ കയറി ഒരു പിടി പിടിച്ചു കേട്ടോ. ബലാത്കാരികൾ ദൈവരാജ്യത്തെ അവകാശമാക്കുന്നു. ബലം, ഇന്നത്തെ വാക്യം, ബലവാൻ ആയുധം ധരിച്ച് തൻ അരമന കാക്കുമ്പോൾ അവന്റെ വസ്തുവക. പക്ഷെ അവനും ബലവാൻ വന്ന് അവനെ ജയിച്ചെന്നല്ല ഇരിക്കുന്നത്, അവൻ പിടിച്ചു വെച്ചത് കൊള്ള മൊത്തം പിടിച്ച് പറിച്ചു കെട്ടി അവനെ, സ്തോത്രം, മുറിയുടെ മൂലയ്ക്ക് അവനെ പിടിച്ച് തളച്ചിട്ട് പറഞ്ഞു, അവൻ പിടിച്ചു വെച്ച സകലത്തെ തിരിച്ചു പിടിച്ചു.
2024 സ്തോത്ര സഭ ഒരു ചാർജ് എടുക്കാൻ പോകുകയാണ്. സഭ ഒരു ആത്മീയ അധികാരം എടുക്കാം. എനിക്ക് നിങ്ങളുടെ കുടുംബത്തിലെ സാഹചര്യം നിങ്ങളൊന്ന് കട്ടെ. ഇതിനകത്തോട് ഇത് രക്ഷപ്പെടാനുള്ള സ്വപ്നം വരമുണ്ടോ? ഞാൻ രക്ഷപ്പെടും, എൻ്റെ സ്വപ്നങ്ങളുണ്ടോ? മാത്രം മതി, സ്വപ്നം മാത്രം മതി. സ്വപ്നം ഉണ്ടെന്ന് സഹോദരന്മാർ സ്വപ്നം ഉണ്ടെന്ന്. ജോസഫിന് വേറെ ഒന്നും കിട്ടിയില്ല കേട്ടോ. ഇൻഫ്ലുവൻസ് ഇല്ലായിരുന്നു, പിന്തുണയില്ലായിരുന്നു, സ്തോത്രം MP ഇല്ലായിരുന്നു, MLA ഇല്ലായിരുന്നു. എൻ്റെ ആകെ ഒരു കാര്യം, എടാ നീ രക്ഷപ്പെടുമ്പോൾ എൻ്റെ കാര്യം കൂടെ എന്ത് ചെയ്യണം? ഞാൻ കഴിഞ്ഞ ദിവസം വീണ്ടും ഒന്ന് വായിച്ചു. 3 വർഷം കഴിഞ്ഞാൽ വീണ്ടും ഒരു സ്വപ്നം ആർക്കുണ്ടാവുന്നത്? അല്ല, നമ്മൾ ബൈബിൾ അടുത്ത വാക്യത്തിൽ എഴുതിക്കുന്നെങ്കിൽ പിറ്റേ ദിവസമല്ല രാജാവിന് സ്വപ്നം ഉണ്ടാകുന്നത്. പാനപാത്രവാഹന സ്വപ്നം ഉണ്ടായി. അവൻ അവിടെ പോയി 3 വർഷം ജോലിയിൽ സ്ഥിരപ്പെട്ടപ്പോൾ ഒരു ദിവസം രാജാവിന് സ്വപ്നം ഉണ്ടായി. രാജാവിന് സ്വപ്നം ഉണ്ടായപ്പോൾ സ്വപ്നം മറന്നുപോയി, അർത്ഥം അറിയത്തില്ല, വ്യാഖ്യാനിക്കാൻ അറിയത്തില്ല. ഉടനെ അന്നേരം ആ പാനപാത്രവാഹൻ ഒരു കാര്യം പറഞ്ഞത്, ഇവിടെ 3 വർഷത്തിന് മുമ്പ് ഞാൻ ഇവിടെ വരാൻ കാരണം ആ കുഴി കിടക്കുന്ന ഒരുത്തൻ, കുണ്ടറ കിടക്കുന്ന ഒരുത്തൻ എന്നോടൊരു സ്വപ്നം പറഞ്ഞ് വ്യാഖ്യാനിച്ചതാ. അവനോട് പറഞ്ഞാൽ ചിലപ്പോൾ ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ എന്തുണ്ടാവും? 3 വർഷം. ഞാൻ പറഞ്ഞു, ഇത്ര പെട്ടെന്ന് മറന്നു പോകാമോ? ഇത്രയും പെട്ടെന്ന് മറക്കാമോ? നമ്മൾ പലരും ഞങ്ങളുടെ കാര്യം ഓർക്കണേന്ന് പറഞ്ഞാൽ നമ്മൾ ബഹറിലോട്ടൊക്കെ ആരത്തിനെ പ്രാർത്ഥിച്ചു വിടും. അവർ പിന്നെ പ്ലെയിൻ കയറുമ്പോൾ നമ്മുടെ കാര്യത്തി ബഹറിലോട്ടൊക്കെ പോകുമ്പോഴേ ഞങ്ങളുടെ കാര്യം വിളിക്കുന്നു. പിന്നെ ബഹ്റിൻ പാലവും മനാമ സിറ്റിയൊക്കെ കണ്ടപ്പോഴത്തേന് അവരെന്ത് ചെയ്യും? പ്രാർത്ഥിച്ചവരെയും പറഞ്ഞവരൊക്കെ എന്ത് ചെയ്യും? അവർ 3 വർഷമാണ്. ഞാൻ അറ്റ്ലീസ്റ്റ് ഈ പാനപാത്രവാഹനെ ഈ ജോസഫിനെ ആയിരുന്നു പറഞ്ഞായിരുന്നെങ്കിൽ ഈ 2 കാര്യങ്ങൾ സംഭവിച്ചേനെ. ഇങ്ങനെ അവിടെ ഒരു തടവുള്ളി കിടപ്പുണ്ട്, അവന് ഒരു കുറ്റം ചെയ്തിട്ടില്ല, അവനെ പറഞ്ഞു വിടണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കരുണ കാണിച്ച് ആരെ പറഞ്ഞു വിട്ടേനെ. പക്ഷെ ദൈവത്തിൻ്റെ പദ്ധതി അല്ലായിരുന്നു കേട്ടോ. ദൈവത്തിൻ്റെ പദ്ധതി ഇങ്ങനെ കരുണ കാണിച്ച് പറഞ്ഞു വിട്ടാൽ ഇവൻ ഈ തെരുവിൽ ഫുഡിന് വേണ്ടി അലയും. കാരണം വീട്ടിൽ പ്രോമിസ് കിട്ടാതെ, പ്രൊമോഷൻ കിട്ടാതെ, പാലസിലെത്താതെ പ്രൈം മിനിസ്റ്റർ എവിടെ ചെല്ലാൻ പറ്റത്തില്ല. സ്തോത്രം. കാരണം പണ്ട് കിട്ടിയ 30 വർഷത്തിന് മുമ്പ് കിട്ടിയ പ്രവചന ദൂത് വ്യാഖ്യാനിച്ച് ആരെന്നറിയോ? അപ്പന് സഹോദരന്മാരാ. ഉടനെ അവർ ചോദിച്ചു, നീ ഞങ്ങളെ ഭരിക്കുവോ എന്ന്. 2ാമത്തെ ദിവസം അവർ ചോദിച്ചു, നീ ഞങ്ങള് അപ്പനും അമ്മച്ചയും കൂടെ നിന്റെ കാൽക്കൽ വീഴുമോന്ന്. 3ാമത്തെ ദിവസം ചോദിച്ചു, നീ സിംഹാസനത്തിൽ ഇരുന്ന് ഞങ്ങളെല്ലാം വാഴുമോന്ന്. ഇത് കിട്ടണം. അതിനുള്ള സ്തോത്രം. ഞാൻ പറയാറുണ്ട്, ജോസഫെ നിന്റെ മുമ്പിൽ പാനപാത്രവാഹന വിടുതൽ നടന്നു കേട്ടോ. നമുക്കങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചു, ഇഷ്ടംപോലെ വിഷയത്തിന് വിടുതൽ കിട്ടി. യോബ് സ്നേഹിതന്മാർക്ക് വേണ്ടി മൊത്തം പ്രാർത്ഥിച്ചു, പക്ഷെ വീണ്ടും യോബ് ചൊറിഞ്ഞുകൊണ്ടിരുന്നു. യോബ് സ്നേഹിതന്മാർ സ്തോത്രം. പക്ഷെ ബൈബിൾ പിന്നെ പറയുന്നു, അടുത്ത വാക്യം പറയുന്നു, എന്നാൽ ദൈവം യോബിന്റെ സ്ഥിതിക്ക് വിശ്വസിക്കാൻ കഴിയും. പ്രിയമുള്ളവരെ സ്തോത്രം. ജോസഫിന് മുന്നിൽ നിന്ന് കണ്ടോ എല്ലാം തടവുകളികളായിട്ട് കിടക്കുക. ഈ പാനപാത്രവാഹന്റെ പേര് നമ്പർ 308 സ്തോത്രം റിലീസ് ചെയ്തിരിക്കുന്നു. പഴയ പൊസിഷനിലേക്ക് തിരിച്ചു വരാൻ പറഞ്ഞു. അവനിങ്ങനെ മാർച്ച് ചെയ്ത് പോകുമ്പോൾ അവിടെ ദൂത് പറഞ്ഞവൻ അവിടെ കിടക്കുക. നീ തിരിച്ച് രാജസ്ഥാനത്തേക്ക് പോകും, നിന്റെ കാര്യം ക്രമപ്പെടും, നീ പോകുമ്പോൾ എൻ്റെ കാര്യം ഒന്ന്. പക്ഷെ 136 പറയുന്നു, നമ്മുടെ താഴ്ചയിൽ ഒന്ന് ചേർന്ന് പറഞ്ഞേ, നമ്മുടെ താഴ്ചയിൽ പാട്ടെടുത്ത് വെച്ചോ, ഒരു പാട്ട്, നല്ലൊരു പാട്ടെടുത്ത് വെച്ചോ. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന്, നമ്മുടെ എത്ര പേർക്ക് പറയണേ, എൻ്റെ താഴ്ചയിൽ എന്നെ. പലർക്കും ഇത് കേട്ട ദൂതുകൾ നിങ്ങൾക്ക് ആവർത്തന വിരസത ഉണ്ടാവും. സ്തോത്രം. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ശുശ്രൂഷയുടെ 16ാമത്തെ വർഷം ഇവിടെ നിൽക്കുന്നത്. സ്തോത്രം. ഇങ്ങനെ വാക്യങ്ങൾ മാറി മാറി പറയേണ്ടി വരും. സ്തോത്രം. പക്ഷെ എനിക്കറിയാം, എന്നും എൻ്റെ മുമ്പിൽ വാതിൽ അടഞ്ഞ് കിടക്കത്തില്ല കേട്ടോ. 2024 ദൂത് അടഞ്ഞ വാതിൽ നല്ല, തുറന്ന വാതിൽ. സ്തോത്രം. ജോസഫ്, എന്നും വാതിൽ അടഞ്ഞു കിടക്കത്തില്ല. എന്നും നീ കുടിയിലല്ല, എന്നും നീ കുണ്ടറയിലല്ല, എന്നും നീ കാരാഗ്രഹത്തില്ല. ഞാനിങ്ങനെ പറയാറുണ്ട്, ഇത് ദൂതെല്ലാം കയറി ക്ലബ് ചെയ്താൽ പറയുന്നത്. ജോസഫ് ഈ നാട്ടുകാരൻ വീട്ടുകാരൻ വിളിപ്പേര് കേട്ട ആൾക്കാരെ കൊണ്ട് അവനൊരു ലോകം സൃഷ്ടിച്ചു കേട്ടോ. ഇത് കിട്ടാതെ പോകും, ഇത് മിസ് ചെയ്യരുത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ ഒരു ലോകം സൃഷ്ടിച്ചു. അവനെല്ലാം വാതിലും അടച്ചു കേട്ടോ. ചിലതിനകത്തൊക്കെ നിങ്ങൾ സ്തോത്രം ഈ ഒരു ആത്മമണ്ഡലം പറയാം, ഇതെല്ലാം ആത്മമണ്ഡലമാണ്. ഭൗതിക മണ്ഡലത്തിൻ്റെ ഓപ്പണിങ്ങിന് മുമ്പേ നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടിൻ്റെ എല്ലാം വാതിലും അടച്ചിട്ട് അകത്ത് നിങ്ങൾ കയറണം. അതാ പ്രവാചകന്റെ ഭാര്യയോട് എലീശ തൻ്റെ കൂടെ സഹകരിച്ച പ്രവാചകന്റെ ഭാര്യയോട് ഇങ്ങനെ പറഞ്ഞു, നീ നിന്റെ കുഞ്ഞുങ്ങളുമായിട്ട് എവിടെ ചെല്ലണം അതിലെന്ന് പറഞ്ഞ്. നമ്മൾ ഈ തുറക്കപ്പെട്ട വാതിൽ അത് പ്രൊഫറ്റിക് വേർഡാണ്. ഇത് കാണിച്ചിരിക്കുന്നത്, സ്തോത്ര സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് പ്രൊഫറ്റിക് വേർഡാണ്. തുറന്ന വാതിൽ തുറന്നു കിടക്കുന്ന നല്ലതാണ്. പക്ഷേ ഈ വാതിൽ തുറക്കുന്നതിന് മുമ്പേ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ, പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അകത്ത് കയറണം. അവിടെ കയറിയിട്ട് എന്താണെന്ന് അറിയുമ്പോൾ, ഭൗതിക മണ്ഡലങ്ങളിലെ വാതിൽ തുറക്കുന്നതിന് മുമ്പേ നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ വാതിൽ അടച്ച്. എനിക്ക് ആ സഹോദരൻ്റെ ദൂത് പറയാനുണ്ട്. ഈ അടയ്ക്കപ്പെട്ട റൂമിനകത്ത് ആ ഹസ്ബൻഡിൻ്റെ, തൻ്റെ പ്രിയതമൻ്റെ, ആ പ്രവാചക ശിഷ്യൻ്റെ ഡെഡ് ബോഡി കിടന്ന് വീട് ആ മുറി കേട്ടു. ഈ മുറിയിലെ ആ കട്ടിലെ ഇരുന്നുകൊണ്ട്, ആ പ്രാർത്ഥനപ്പായിൽ ഇരുന്നുകൊണ്ട് ഈ സഹോദരി ഈ ഏങ്ങലടിച്ച് കരഞ്ഞത്. നാലും കടം വിട്ടിട്ട് പോയല്ലോ, കടമായല്ലോ,
കുഞ്ഞുങ്ങൾ അടിമകൾ, വീട് ജപ്തി, ഞാൻ വിധവ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ സംഗതി വേണം കേട്ടോ. സ്തോത്രം. ആ സഹോദരി ആ മുറിക്കകത്ത് കാണും. എൻ്റെ ഒരു ചിന്ത കാണുന്നത് ബൈബിൾ എഴുതിയിട്ടില്ല കേട്ടോ. അവിടെ കിടന്നുകൊണ്ട് കിടന്നങ്ങ് നിലവിളിക്കുക. നിങ്ങൾ ഇത് പറഞ്ഞ കാര്യങ്ങൾ, ഈ വ്യാഖ്യാനങ്ങളൊക്കെ ശരിയാണോ? അതുകൊണ്ട് ആ ശൂന്യം കരുത്തി ഇതേ പ്രവാചകന് വേണ്ടി വേറൊരു മുറി പണിതപ്പോൾ പ്രവാചകൻ കുറച്ചാലും വന്ന് പാർക്കാൻ വേണ്ടി എന്ത് പറഞ്ഞു? ഒരു മാളികയിൽ ഒരു പ്രത്യേക പ്രൈസ് കൊടുത്തു. നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ വന്ന് പാർക്കുന്നത് നല്ലതാണ് കേട്ടോ. ആരും ആമേൻ പറഞ്ഞില്ല. കുറച്ച് ആ മുറിയിലെ ദുരാത്മാവ് പോകും, കൈപ്പൊക്കണ്ട. കുറച്ച് ഭൂതങ്ങളൊക്കെ എന്ത് ചെയ്യും? കാരണം അവിടെ മുട്ടി നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി, ഞാൻ പ്രാർത്ഥന കാണിക്കാം. ഇങ്ങനെ ഇരുന്നുകൊണ്ട് ഞരങ്ങി ചിലപ്പോൾ പ്രാർത്ഥന വാക്കുകളൊന്നും കാണത്തില്ല. എന്താ കർത്താവേ പ്രാർത്ഥിച്ച് കണ്ണീരൊക്കെ അവിടെ വീണ് ആ മുറിക്കകത്ത് കിടന്ന ഒരു ബ്രേക്ക് ത്രൂ ഒരുക്കം കേട്ടോ. അതാ ഞാൻ പറഞ്ഞത്, കുടുംബ പ്രാർത്ഥനയ്ക്ക് വേണ്ടി, കോട്ടേജ് മീറ്റിംഗിന് വേണ്ടി, ഉപവാസ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിങ്ങൾ വാതിൽ തുറന്നിട്. ദേവദാസ്മാർ വന്ന് ചവിട്ടി തേക്കട്ടെന്ന്. സ്തോത്രം. ചവിട്ടി തേച്ച ഓരോ വീടുകളും വിടുതല മഞ്ചു. സ്തോത്രം. ആ വീട്ടിൽ കയറി ദേവദാസ്മാർ പ്രാർത്ഥിക്കട്ടെ, അവർ ആത്മതമനം ചെയ്യട്ടെ, അവർ കണ്ണുനീരോടെ കരയട്ടെ. സ്തോത്രം. നിങ്ങൾക്ക് നിന്റെ തലമുറയ്ക്ക് അത് നാളുകളിൽ വിടുതല യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. രഘോഷക്കാരാധന ജനഘടകതൽ ആർത്തര ജനഘടകതൽ വൈഡാനകഷ്യ. ഞാനിപ്പോൾ കണ്ട ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞത്, പണ്ട് വീടില്ലായിരുന്നു. എല്ലാം പറയണമല്ലോ. പണ്ട് വീടില്ലാത്തപ്പോൾ അന്ന് കർത്താവ് പറഞ്ഞു, വീട് തന്നാൽ ഞാൻ ഇവിടെ എന്ത് വെക്കാം? പ്രാർത്ഥന വെക്കാം. വീട് തന്നപ്പോൾ ഇപ്പോൾ അത് കുഷ്യം മാറ്റാം, അത് മാറ്റാൻ പറ്റത്തില്ല, ഡെവലപ്പ് മാറ്റാൻ പറ്റത്തില്ല, ഇത് മറ്റേ ഫോം മാറ്റാൻ പറ്റത്തില്ല, എല്ലാം ഫിക്സ് ചെയ്തേക്കോ, ടൈൽ ഇളകും. സ്തോത്രം. എനിക്കൊന്നും ഇപ്പം അതുകൊണ്ട് അധികം വീട് കർത്താവ് തരാത്തന്നു. വിശുദ്ധന്മാർ കയറി ഇറങ്ങി ചവിട്ടി തേക്കണം വീട്. അവരവിടെ നിന്ന് ജപം ചെയ്യണം, സ്വർഗം തുറപ്പിക്കും. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ യാഗപീഠങ്ങൾ ഒരുക്കണം. സ്തോത്രം. സഭയെ വിളിച്ചുകൂട്ടി പ്രാർത്ഥിക്കണം. സ്തോത്രം. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഓരോ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ചില വിട്ട് ചിലവാക്കണം. അങ്ങനെ കർത്താവ് ധാരാളമായ ചില വീട് നിങ്ങളുടെ മേൽ. ദേവദാസ് പറഞ്ഞ വയറ് നിറച്ചവരെ പോഷിപ്പിക്കണം. കേട്ടില്ലയോ? ഒരു ആമേൻ പറ. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും അനുഗ്രഹം വേണം, പക്ഷെ ഉള്ളത് റിലീസ് ചെയ്തില്ല. ജോസഫ് സ്വപ്നം റിലീസ് ചെയ്തു, ഉടനെ പോയി. ഇത്രയേ ഉള്ളൂ. വാഴുന്ന പ്രൈം മിനിസ്റ്ററിന്റെ പ്രൊമോഷന്റെ കൊട്ടാരത്തിൽ കയറുന്ന ദർശനം നിന്റെ ജീവിതത്തിൽ നിറവേറാത്ത കാലത്തോളം ഈ വിടുതൽ സംഭവിക്കത്തില്ല. അതുവരെ കർത്താവ് മൗനമായിരുന്നു. സ്തോത്രം. ജോസഫ് ഇവിടെ കൊണ്ടുവന്ന കുറ്റം പറഞ്ഞുകൊണ്ട് പാനപാത്രമോഹനെ വിടുവിച്ചു. ഞാൻ പറയാനുള്ളത് പോലെ അവന്റെ പ്രാർത്ഥന കർത്താവ്, എന്റെ പ്രാർത്ഥന അവന് വിടുതൽ നടന്നു, പക്ഷെ എനിക്കെന്തില്ല. ജോസഫ് നിന്റെ ദിവസം വരുന്നേ ഉള്ളൂ കേട്ടോ. അവൻ പോയത് പഴയ ശമ്പളം മേടിക്കുന്ന ജോലിക്കാണ്, പക്ഷെ നീ പോകുന്നത് രാജാവിനെ ഇങ്ങോട്ട് ശമ്പളം. നിങ്ങളോട് അന്നത്തെ മിസ്രൈമിലെ ക്ഷാമം എന്ന് പറഞ്ഞാൽ ലോകത്തെ മൊത്തം ബാധിച്ചു. ക്ഷാമം ബാധിച്ചു. ഒറ്റ രാജ്യത്തെ ഉള്ള സമൃദ്ധി. ആ സമൃദ്ധി ഉള്ളത് എവിടെ ഉള്ളതെന്ന് അറിയാമോ? ജോസഫ് പ്രൈം മിനിസ്റ്റർ ആയിട്ടിരിക്കുന്ന മിസ്രൈമിൽ മാത്രമേ ഉള്ളൂ. പണ്ട് മുതലേ ജോസഫ് എല്ലാം കൊടുക്കാൻ റിലീസ് ചെയ്യാൻ റെഡിയായിരുന്നു. സ്വപ്ന റിലീസ് ചെയ്തു, കുഴക്കട്ട അപ്പച്ചനെ തന്നുവിട്ടപ്പോൾ ഉടനെ ജോസഫ് എന്ന് പറയായിരുന്നു, ഈ കൈകൾ സൃഷ്ടിച്ചത് എന്നെ നിന്ദിക്കുന്ന എൻ്റെ സഹോദരന്മാർക്ക് അപ്പം കൊണ്ട് കൊടുക്കാനല്ല. എൻ്റെ വിളി എന്താ നിങ്ങൾക്ക് അറിയത്തില്ലേ? അപ്പനൊക്കെ എങ്ങനെ വിളിക്കുക? എൻ്റെ വിളി ഇങ്ങനെയുള്ള വിളിയാണോ? അത് അവർക്ക് അപ്പം കൊണ്ട് കൊടുക്കാൻ വിളിയാണോ എൻ്റെ വിളി? കർത്താവ് ടെസ്റ്റ് ഡോസ് കൊടുത്തതാ. മോളെ മനസ്സിലായോ? ടെസ്റ്റ് കൊടുത്ത് നീ നിന്റെ വിശക്കുന്ന സഹോദരന്മാർക്ക് കൊണ്ടുപോയി അപ്പം കൊടുത്താൽ, അവരുടെ വിശപ്പ് നീ ഇപ്പോൾ മാറ്റിയാൽ, അവർക്ക് നീ ആഹാരം കൊടുത്ത് നീ ഇപ്പോൾ തൃപ്തിപ്പെടുത്തിയാൽ, നാളെ ഒരു ദിവസം നിന്റെ മുമ്പിൽ വരും. നിങ്ങളുടെ വിളിയുമായിട്ട് ബന്ധപ്പെട്ടേ ഉള്ളൂ നിങ്ങളുടെ വിടുതൽ കേട്ടോ. എനിക്കിപ്പോൾ ഒത്തിരി മാർമിക സത്യങ്ങൾ വെളിപ്പെട്ടു. മാർമിക സത്യങ്ങൾ. ജോസഫ് എന്താ നേരത്തെ കണ്ടത്? നിലവും കറ്റയും കൊയ്ത്തും. നാളെ നടക്കാൻ വന്ന വിടുതലുമായിട്ട് ഇതിന് വല്ല ബന്ധമുണ്ടോ? ഉണ്ട്. മിസ്രൈമിലെ സ്തോത്രം. വേറെ ആർക്കും ഒന്നുമില്ല. ജോസഫ് അധ്യക്ഷനായിട്ടിരിക്കുന്ന ആ സ്റ്റേറ്റിൽ മാത്രമേ എന്തുള്ളൂ? സമൃദ്ധി ഉള്ളൂ. സ്തോത്രം. ചില നാളുകളിലെ കാരാഗ്രഹങ്ങൾ എന്നും കാരാഗ്രഹമല്ല. നമ്മൾ പ്രാർത്ഥിച്ച് ആരാധിക്കാൻ പോവാ. സ്തോത്രം. തുറക്കപ്പെട്ട വഴിയുണ്ട്. അത് സ്തോത്രം. ഇവിടുത്തെ വാതിൽ, കാരാഗ്രഹത്തിലെ വാതിൽ ചില നാളുകൾ അടഞ്ഞു കിടന്നത് സത്യമാണ്, പക്ഷെ തുറക്കുന്നത് രാജകൊട്ടാരത്തിലെ വാതിലാണ്. ഒരാമേ സഹോദരന്മാർ പറഞ്ഞോട്ടെ, രാജകൊട്ടാരത്തിലെ വാതിലാണ്. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ഒരു ഇൻഫ്ലുവൻസോ ഒരു സ്വാധീനമോ ഒരു നിർബന്ധമോ പറ്റത്തില്ല, പക്ഷെ അവിടുത്തെ വാതിൽ സ്വർഗം തുറന്നു.
പ്രവാസിയുടെ ഭാര്യയോട് പറഞ്ഞു, നീ വാതിലടയ്ക്കാൻ പറഞ്ഞു, പക്ഷെ ഞാൻ വാതിൽ തുറക്കുമെന്ന് പറഞ്ഞു. ആ സഹോദരി, പാവപ്പെട്ട സഹോദരി 2 ആൺകുട്ടികളുമായിട്ട് പോയി ആ വീടിൻ്റെ വാതിൽ, സ്തോത്രം, കുട്ടികളെ കൂടെ ചിലത് പരിശീലിപ്പിക്കണേ. ഈ പകർച്ചയും പ്രാപിക്കുന്നതൊക്കെ കുട്ടികളോട് എന്ത് ചെയ്യണം? എവിടെ തൊട്ടാലും ദൂത് വരും കേട്ടോ. സ്തോത്രം, ആരും കൂടെ പരിശീലിപ്പിക്കണം. അല്ലെങ്കിൽ ഞാൻ പണങ്ങരുത്, കുട്ടികൾ പോകും. എല്ലാം ജോയ്പോസ്റ്റ് പണങ്ങരുത്. പ്രൊഫറ്റിക് വേർഡായതുകൊണ്ട് എനിക്ക് അങ്ങനെ വേറെ റെഡിമെയ്ഡ് പ്രസംഗമൊന്നും എഴുതി വെക്കാറുണ്ട് ബുക്കിനകത്ത്, പക്ഷെ അത് കിട്ടത്തില്ല, കയറത്തില്ല. കുട്ടികളുടെ അമ്മയുടെ പ്രാർത്ഥന സ്വഭാവവും ഇങ്ങനെ, സ്തോത്രം, പാത്രം കൊണ്ടുവരാനും പാത്രം കുറയരുതെന്ന് പറയാനും ഈ എണ്ണ പകരുന്നതൊക്കെ ആരിവിടെ പരിശീലിപ്പിക്കണം എന്ന് പറഞ്ഞേ? എല്ലാവരും പറഞ്ഞില്ല. എൻ്റെ അമ്മമാർ പറഞ്ഞില്ല. അപ്പച്ചന്മാരെന്ന് പറഞ്ഞേ? ആരാ അപ്പച്ചൻ? ആരാന്ന് എല്ലാ അപ്പച്ചന്മാരൊന്ന് പറഞ്ഞേ. മക്കളെ കൊണ്ട് മുറി അടയ്ക്കണം കേട്ടോ. അതിനകത്ത് ആ സ്തോത്രം ഇത് കാണുന്നത്. ഈ തലമുറ കാണുക. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഒരു പാത്രത്തിൽ നിന്ന് വേറെ പാത്രത്തിലോട്ട് പിള്ളേർക്ക് ഉത്സാഹം വർദ്ധിക്കുക. ഈ ഒഴുക്കും നിറവും സ്നാനവും കാണുമ്പോൾ പിള്ളേർക്ക് എടോ ചേട്ടൻ എന്നോട് പറയുമോ, ഇത് ഇത്തിരി പകർച്ചയോടോ? നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിൽ അമ്മച്ചി പറഞ്ഞത് ഒരു അല്പം എണ്ണ ഉണ്ടെന്നല്ല പറഞ്ഞുള്ളൂ. ആ ചെറിയ ജാറിനകത്തിൽ എണ്ണയുണ്ട്. ഇവിടെ അല്പത്തിൽ ആ ദൈവം അധികം ആക്കുന്നത്. നമ്മുടെ കർത്താവിന് പ്രത്യേകത ഉണ്ട്. സ്തോത്രം. ഈ പിള്ളേരുടെ വിശ്വാസം വർദ്ധിച്ച എങ്ങനെ അറിയാമോ? അപ്പച്ചൻ്റെ ഡെഡ് ബോഡി ഇറങ്ങി പോയപ്പോഴല്ലേ പിള്ളേരുടെ വിശ്വാസം വർദ്ധിച്ചത്. അപ്പച്ചനെ കൊണ്ട് കല്ലറയിൽ, സ്തോത്രം, കല്ല് വെച്ച് തിരിച്ച് വീട്ടിൽ വന്നപ്പോഴല്ലേ വിശ്വാസം വർദ്ധിച്ചത്. അപ്പച്ചൻ കിടന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മുറിയിൽ ഇപ്പോഴൊരു അത്ഭുതം നടന്നപ്പോൾ പിള്ളേരുടെ വിശ്വാസം വർദ്ധിച്ചു. പിള്ളേർ നാട്ടിലൂടെ ഇറങ്ങി വന്ന് പറഞ്ഞു, ഞങ്ങളുടെ അപ്പച്ചനെ മരിച്ചിട്ടുള്ളൂ, അപ്പച്ചൻ സേവിച്ച ദൈവം മരിച്ചിട്ടില്ല. ഒരു ദൈവം ജീവിക്കുന്നു, ഒരു കർത്താവ് ജീവിക്കുന്നു, ഒരു രക്ഷകൻ ജീവിക്കുന്നു, ഒരു വീണ്ടെടുപ്പുകാരൻ. ഞാനോട് ചോട്ടെ, ഏത് തകർച്ചയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് വീണ്ടെടുപ്പുകാരനെ കുറിച്ച് പറയാൻ കിട്ടും? ഞാൻ മുമ്പേ പറഞ്ഞില്ല, യുവൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഒട്ടും നഷ്ടപ്പെട്ട് ഇനി കുറച്ച് അസ്ഥിയുണ്ട്, സ്തോത്രം, ചൊറിയാനുള്ള വോട്ട് കഷ്ടമുണ്ട്, ഒത്തുപോയി. ഇങ്ങനെ എപ്പോഴും പറയും, എൻ്റെ മരണം ഞാൻ കണ്ടുകൊണ്ട് നടക്കുവാന്ന്. പക്ഷെ 10-22 അധ്യായം കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റുന്നുണ്ട്. ഒറ്റ കാര്യം പറഞ്ഞു, എഴുന്നേറ്റിക്കാനുള്ള ശക്തിയും കരുത്തൊന്നുമില്ല. ആരായിട്ട് മൊത്തം ബലം പോയെന്നാ പറയുന്നത്. കാണുന്നവർ മൊത്തവും നിന്ദിക്കുക, ലജ്ജിക്കുക ചെയ്യുക. പിള്ളേരൊക്കെ കൂകി വിളിക്കുക. ഒരു കാലത്ത് ഭക്തനായിരുന്നു, ഒരു കാലത്ത് വലിയ സമ്പന്നനായിരുന്നു, യഹോവയെ സേവിക്കാൻ പോയി, വീട്ടിലെന്നും ആരാധനയാകുമായിരുന്നു. താണ്ടേ നാട്ടുകാർ മൊത്തം അപമാനപാത്രമായി. നാട്ടുകാർ മൊത്തം നിന്ദിക്കുക. പക്ഷെ ഇത്രയും നിന്നയുടെ നടുവിൽ നിന്നുകൊണ്ട് ഒറ്റ കാര്യം എഴുന്നേറ്റ് വിളിച്ചു പറഞ്ഞു, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്ന, മൈ റെഡീമർ ഷാൽ ലിവ്സ്. എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്ന. സ്തോത്ര, ഞാൻ ഇങ്ങനെ തകരത്തില്ലെന്ന്, ഞാൻ ഇങ്ങനെ തീരത്തില്ലെന്ന്, ഞാൻ ചൊറിഞ്ഞു പറഞ്ഞ് അവസാനിക്കത്തില്ലെന്ന്. യേശുവിന്റെ നാമത്തിൽ ഈ മരണമല്ല, അതിനപ്പുറത്ത് എന്നെ വീണ്ടെടുക്കുന്നവൻ. ഒന്ന് പറഞ്ഞ്, എന്നെ വീണ്ടെടുക്കുന്നവൻ. അത് യഥാർത്ഥത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം വചനം പഠിച്ചപ്പോഴാണ്. സ്തോത്രം, വീണ്ടെടുക്കുന്നത് തൻ്റെ ശരീരം വീണ്ടെടുക്കുന്നത് മാത്രമല്ല, എന്തെല്ലാം നഷ്ടമോ കഷ്ടം സംഭവിച്ചോ അതിനെ ഈ ഒറ്റ വെളിപ്പാടിൽ, ഈ വചനം പറഞ്ഞ ഒറ്റ വെളിപ്പാടിൽ മൊത്തം വീണ്ടെടുത്തു. കാളയെ തിരിച്ചു കിട്ടി, ഒട്ടകത്തെ തിരിച്ചു കിട്ടി, കുതിരയെ തിരിച്ചു കിട്ടി, പശുവിനെ തിരിച്ചു കിട്ടി, ആമേൻ, സ്തോത്രം, മൃഗത്തെ തിരിച്ചു കിട്ടി, മക്കളെ തിരിച്ചു കിട്ടി. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ആരാ പറഞ്ഞ ഭാര്യയെ തിരിച്ചു കിട്ടിയില്ലെന്ന്? ഭാര്യ എന്ത് പറഞ്ഞു? ഭാര്യ ഉണ്ടായിരുന്നെന്ന്. ആരോ പറഞ്ഞു മക്കളെ തിരിച്ചു കിട്ടിയില്ല. മറ്റേ 10 മക്കൾ നഷ്ടപ്പെട്ടില്ല കേട്ടോ. അവർ 10 പേര് അവിടെ ഉണ്ട്, എല്ലാം ഡബിളായിട്ട് കിട്ടി. പക്ഷെ മക്കൾ മാത്രം തിരിച്ചു വന്നപ്പോൾ എത്രയേ ഉള്ളൂ? 10. ആരോ പറഞ്ഞു 10, 20 വേണ്ടായോ? ഇല്ല, നമ്മുടെ കണ്ണിന്നേ പോയുള്ളൂ, അവിടുന്ന് പോയിട്ടില്ല. ഇവിടെ തീർന്നെങ്കിലും അവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ പറഞ്ഞത്, ഓ തീയോ, ഇതോ 7 മണിക്ക് ചൂട് കൂട്ടി കരിഞ്ഞു പോകും. ഞങ്ങൾ ചാമ്പലാവില്ലേ? ഇവിടെ ചാമ്പലാവുമ്പോൾ അവിടെ തുടങ്ങുക. എഴുന്നേറ്റാട്ടെ. സ്തോത്രം, 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 സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ എല്ലാവരും ആത്മാർത്ഥമായി സ്തോത്ര. ഈ ദൂതിന്റെ വിടുതലുകൾ ഇന്ന് വരക്കാല സ്തോത്ര. അടയ്ക്കപ്പെട്ട വാതിലല്ല, തുറക്കപ്പെട്ട വാതിൽ. സ്തോത്ര, ആരും അടയ്ക്കാതെ വേണം തുറക്കുന്ന കർത്താവിന്റെ മഹത്വമുള്ള പ്രവൃത്തി. ലിസൺ, അടയ്ക്കപ്പെട്ട പ്രവാസിഷൻ വീടിനകത്ത് ഒരത്ഭുതം സംഭവിച്ചു. ഏറ്റവും അവസാനം ഈ പിള്ളേരെ വിളിച്ച് പറഞ്ഞു, അമ്മേ സ്തോത്രം, എണ്ണ തീർന്നെന്നല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്ത് തീർന്നു? പ്രവാചകൻ ആകെ പറയാനുള്ളത്, നിന്റെ പാത്രങ്ങൾ അടയ്ക്കപ്പെട്ടതിനകത്ത് ഈ അത്ഭുതം സംഭവിച്ച കേട്ടോ. സ്തോത്രം, നിന്റെ വിടുതലും മാഹാത്മ്യം കേൾക്കാൻ പോകുന്നത്, സ്തോത്രം, പബ്ലിക്ക് കേൾക്കാൻ പോകുന്നത്, അവരത് കാണാൻ പോകുന്നത്, സ്തോത്രം, അടയ്ക്കപ്പെട്ട് പിടിക്കാത്ത നാളുകളെ വിടുതലുകൾ കാണാൻ പോകുന്നത്. എല്ലാവരും കരങ്ങളെ തട്ടി ആത്മനിറവോടെ ഷാരാധാരോ ഒരു ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് എല്ലാവരും ആത്മാവിനെ ആരാധിച്ചാട്ടെ. ആരും സ്തോത്രം മൗനമായി നിൽക്കാതെ.